അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡ്രീം വെഡ്ഡിങ് ഫോട്ടോൻ്റെ ട്യൂട്ടോറിയലാണ് കേട്ടോ. അതായത് നമ്മൾ ഫേസൊക്കെ കട്ട് ചെയ്തിട്ട് ന്യൂ ലുക്കിലുള്ള ഒരു വെഡ്ഡിങ് കോസ്റ്റ്യൂമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യില്ലേ, ആ ഒരു സംഭവം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം, എന്നാലേ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാന്നുള്ള മനസ്സിലാവുള്ളൂ. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഗൂഗിളിൽ നിന്നോ ഇൻസ്റ്റയിൽ നിന്നോ എങ്ങാനും പുതിയ തരത്തിലുള്ള ഒരു വെഡ്ഡിങ് ലുക്ക് ഉണ്ടല്ലോ, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുകൂടാണ്ട് ഏത് ഫേസാണോ നമ്മൾ ന്യൂ ലുക്ക് ആക്കേണ്ടത് ആ ഫോട്ടോയും എടുത്തു വെക്കാം, നമ്മളെ ഗാലറിയിൽ എടുത്തു വെക്കാം. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പുതിയൊരു ആപ്പിലാണ്, പിക്സൽ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അത് ഗൂഗിളിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഗ്രീൻ ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇമേജ് സൈസ്, അതായത് നമുക്ക് കസ്റ്റം സൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ A4 സൈസിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മൾ ഗൂഗിളിൽ നിന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈസ് വരുന്നത് വിഡ്ത്ത് വരുന്നത് 2480, ഹൈറ്റ് വരുന്നത് 3508, 2480 3580 അങ്ങനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പിക്സൽ ലാബിൽ വന്നിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പേജ് കിട്ടും. പിന്നെ ഈ ന്യൂ ടെക്സ്റ്റ് എന്ന് പറയുന്ന സെൻറ്ററിൽ കിടക്കുന്ന സംഭവമില്ലേ, അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മേലെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ കൊടുത്താൽ അതും നമുക്ക് സെറ്റായി കിട്ടും. പിന്നെ ഏറ്റവും താഴെയായിട്ട് കുറേ ഓപ്ഷൻസുകൾ വരുന്നുണ്ട്. അതിൽ ഈ 2 ഡബിൾ സ്ക്വയറിൽ വരുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഗ്രേഡിയൻ്റ് ആക്കണമെങ്കിൽ ഗ്രേഡിയൻ്റ് ആക്കാം, കളറാണെങ്കിൽ കളറാക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് കളറാണ് അവിടെ ചൂസ് ചെയ്തത്, എന്നിട്ട് ടിക്ക് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ മേലെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോട്ടോ നമ്മൾ ഓപ്പൺ ആക്കി എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വെഡ്ഡിങ് ഫോട്ടോ ഓപ്പൺ ആക്കി. പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഞാൻ ഫോട്ടോ ബ്ലറാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അവരെ ഫേസ് കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ പ്ലസ് ഐക്കൺ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറി എടുത്തിട്ട് നമുക്ക് ഏത് ഫോട്ടോ, ഏത് ഫേസ് ആണോ നമുക്ക് അവിടേക്ക് മാറ്റി വെക്കേണ്ടത് ആ ഒരു ഫേസ് നമ്മൾ ക്രോപ്പ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ ഗ്രൂമിൻ്റെ ഫേസിലായിട്ട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ നമ്മൾ എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ ഡോട്ടിൻ്റെ താഴെയായിട്ട് ലെയേഴ്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഏത് സംഭവമാണോ ലെയർ ആക്കേണ്ടത്, അതായത് നമുക്ക് ഏത് ഫോട്ടോ ഫ്രണ്ടിൽ വരുന്നോ അതാണ് നമ്മൾ ലെയർ ആക്കുന്നത്. ഇപ്പോൾ ആ ഒരു എനാബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഉണ്ട്. കണ്ട ആ ഒരു റെഡ് ഐക്കൺ കണ്ണിൻ്റെ ഒരു സംഭവം പോലത്തെ ഉണ്ടല്ലോ, ആ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അത് എനാബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും പറ്റും, ഹൈഡ് ചെയ്യുക സംഭവമില്ലേ അങ്ങനത്തെ. അങ്ങനെ ഈ ഒരു ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഈ ഒരു സംഭവത്തിൽ ഇറേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മേലെ ആയിട്ട് ഇറേസ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് മാത്രമല്ലേ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുള്ളൂ, അപ്പോൾ അതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ നമുക്കൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഹെഡ് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. കാരണം നമ്മൾ ഫേസ് മാത്രമല്ലേ മാറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ഒരു ഡോട്ട് ഇത് കാണുന്നില്ലേ, നമ്മൾ ഈ ആരോ കാണിച്ചേക്കുന്ന സംഭവത്ത് അവിടെ നിന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. നമുക്ക് ആ പോയിന്റ് വെച്ചിട്ട് സൈസ് കൂട്ടാനും കുറക്കാനും വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ സൈസ് മാക്സിമം കുറച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് അളവിൽ എന്തൊക്കെയാ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ പതിയെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തുനിന്ന് ഫേസ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നല്ല ടൈം എടുത്ത് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒരു കയറിപ്പോയി കട്ട് ചെയ്യലൊക്കെ കൂടിപ്പോവും. അപ്പം മാക്സിമം ടൈം എടുത്തിട്ട് ഇത് ചെയ്യുക. ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മളേന്ന് പെട്ടെന്ന് തെറ്റിപ്പോയി എന്ന് വിചാരിച്ചാൽ മേലെ ഒരു ബാക്ക് ഓപ്ഷൻ കാണുന്നില്ലേ, ഐറൈസറിൻ്റെ ഇപ്പുറം കട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സൂമിൻ്റെയും ഇതിൻ്റെയും ഇടയിലായിട്ട്, ഓക്കെ, അവിടെ നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ വന്നിട്ട് നമുക്കൊന്നും കൂടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം പിക്സാർട്ടിലോ അല്ലെങ്കിൽ ഇൻഷോട്ടിലോ നമുക്ക് ഹെഡ് മാത്രം കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് ക്ലാരിറ്റി കുറവായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും നമുക്ക്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഷോട്ടിലൊക്കെ കണ്ടില്ലേ, നമുക്ക് കട്ടൗട്ട് അല്ലെങ്കിൽ പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് ഫേസ് മാത്രം അല്ലെങ്കിൽ ഹെഡ് മാത്രം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും.
അത് ക്ലാരിറ്റി കുറയും. ഇതിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ നമ്മൾ നെക്ക് പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ ഇപ്പോൾ കറക്റ്റ് നമ്മൾ ബോർഡർ വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇറേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് എല്ലാവരും അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കുന്ന പോലെ ആക്കി കൊടുക്കാം. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഫോട്ടോ എടുക്കൂലേ, നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ഓർഡർ തരുമ്പോൾ നമ്മൾ ആ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ശരീരത്തിനോട് മാച്ച് ആവുന്ന തരത്തിലുള്ള ഇതെടുക്കുക. വണ്ണം കൂടിയത്, വണ്ണം കുറഞ്ഞത്, അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ബ്രൈഡ് ഗ്രൂം, അതായത് നമ്മളുടെ ബോഡിനായിട്ട് മാച്ച് ആവുന്ന തരത്തിലുള്ള ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ട ഇപ്പോൾ ആ ഒരു തലേൻ്റെ മേലെ ആയിട്ട് നമുക്കിത് കൊണ്ടുവെക്കാൻ വേണ്ടി പറ്റും. നമുക്ക് സൂം ചെയ്തിട്ട് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടില്ല, അവിടെ സൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവെക്കുക. അപ്പോൾ നമുക്ക് ആ നെക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു അപാകത തോന്നണല്ലേ, അവിടെയും തോന്നുന്നുണ്ട്. പിന്നെ ഹെയറിൻ്റെ ആ ഭാഗത്തും ഇപ്പോൾ താഴെയുള്ള ഹെയർ പൊങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇറേസ് ഓപ്ഷൻ എടുക്കുക. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ അതിൽ കട്ടിങ്സിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആ നെക്ക് ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് പോയിന്റ് വലുതാക്കണമെങ്കിൽ കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കുക, കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ നെക്കിൻ്റെ ഭാഗം ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുപോയി കറക്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോ വെച്ചിട്ടുള്ള സംഭവങ്ങളല്ലേ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നെക്ക് അധികം കട്ട് ചെയ്യേണ്ട അവസ്ഥ വരില്ല, അല്ലെങ്കിൽ ഹെയറൊക്കെ കറക്റ്റിൽ കിട്ടുന്ന സംഭവങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോഴേ നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, എത്രത്തോളം കട്ട് ചെയ്യണം, എത്രത്തോളം അളവിൽ കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്രയും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല, ചിലപ്പോൾ ഇതിലും കൂടുതൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് കൈ തെറ്റാതെ, അതായത് കറക്റ്റിന് തന്നെ ടൈം എടുത്ത് പതിയെ പതിയെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആകെയുള്ളൊരു സംഭവം മേലത്തെ ഹെയറിൻ്റെ ഒരു പ്രശ്നമാണ്. ഹെയർ മിസ്മാച്ച് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇല്ലേ, ബാക്കിലത്തെ ആളുടെ ഒറിജിനൽ ഫോട്ടോയിലുള്ള ആളുടെ ഹെയറും നമ്മൾ വെച്ചിട്ടുള്ള ഫോട്ടോൻ്റെ ഹെയറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ സൂം ഔട്ട് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ ഇറേസ് ഓപ്ഷൻ നമ്മൾക്ക് സാറ്റുറേഷൻ, അതിൻ്റെ തൊട്ടിപ്പുറമുള്ള ആ ഇറേസിൻ്റെ തൊട്ടിപ്പുറം നമുക്ക് കളർ വേരിയേഷൻസ്, ഇപ്പോൾ ഒന്ന് ബ്രൈറ്റ്നസ് ആക്കണമെങ്കിൽ ബ്രൈറ്റ് ആക്കി കൊടുക്കുക, സാറ്റുറേഷൻ കൂട്ടി കൊടുക്കുക, കോൺട്രാസ്റ്റ് കുറച്ച് കൊടുക്കുക. അതൊക്കെ നമ്മൾ ഒരു ചെയ്ത് വരുമ്പോൾ നമുക്കറിയുന്ന സംഭവങ്ങളല്ലേ. സാധാരണ നോർമലി എഡിറ്റിങ്ങിൽ വരുന്ന കുറച്ച് സംഭവങ്ങളാണ് സാറ്റുറേഷനും ബ്രൈറ്റ്നസ്സും കൂട്ടി കൊടുക്കുക, കുറച്ച് കൊടുക്കുക എന്നുള്ളതൊക്കെ. ഓക്കെ, അതൊക്കെ നമ്മൾ ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് അതും ചെയ്യാം. അപ്പോൾ നമ്മൾ ലെയർ എടുത്ത് നോക്കുമ്പോൾ കണ്ട നമ്മൾ എനാബിൾ ചെയ്ത സംഭവം എനാബിൾ ചെയ്യാത്തതും ഒക്കെ എടുക്കുന്നുണ്ട് അതിൽ. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഇറേസ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ഫോട്ടോ തന്നെയാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഫേസ് നമ്മൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ബ്ലറാക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് ഈ ഫേസ് കട്ട് ചെയ്ത് മാറ്റണം. പക്ഷേ ഈ ഫേസ് മാത്രമല്ല, നമുക്ക് ഇതിൽ നെറ്റിയിൽ വെച്ചിട്ടുള്ള നെറ്റിച്ചുട്ടി ഉണ്ടല്ലോ, ആ ഒരു സംഭവം കൂടെ നമുക്ക് എടുക്കണം. ആ ഒരു സംഭവം കളയാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത ആ സെയിം സംഭവങ്ങൾ തന്നെ. അപ്പോൾ ഇതൊന്നും കൂടെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. ഇനി ഇൻ കേസ് നമുക്ക് ഈ ഒരു സംഭവം വേണ്ട, മൊത്തമായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഫേസിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് എക്സ്ട്രാ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ എന്ത് ചെയ്യാം, നമുക്ക് ഓർണമെൻറ്റ്സ് എന്തിട്ടാണ് നമുക്ക് വേണ്ടത്, നെറ്റിച്ചുട്ടിയാണെങ്കിൽ അത് നമ്മൾ
എന്താണ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ കൊണ്ടുവെക്കാം. ഫേസ് വെച്ചതിന് ശേഷം കൊണ്ടുവെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ ചെയ്ത ആ കറക്റ്റ് സെയിം മെത്തേഡിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെറ്റിച്ചുട്ടോടുകൂടി നമുക്ക് കറക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കണ്ടില്ലേ കുറേ പ്രാവശ്യം നമ്മൾ ബാക്ക് അടിക്കേണ്ടി വരുന്നുണ്ട്. കാരണം കൈ തെറ്റിയിട്ടൊക്കെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കറക്റ്റ് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആയിട്ട് മൂവ് ചെയ്യുമ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോവും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ഓപ്ഷൻ ഉണ്ട്, അത് ബാക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ സാവധാനം നമ്മൾ ഇതും കൂടെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഇത് ഈ ഒരു ഫോട്ടോ ബ്ലറാക്കാൻ കാരണം എന്ന് വെച്ചാൽ ചിലവർക്ക് ചിലപ്പോൾ അത് താല്പര്യം ഉണ്ടാവില്ല അവരെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലത് പെർമിഷൻ നമുക്ക് ഇവരൊന്നും നമ്മൾ അറിയില്ലല്ലോ, അപ്പോൾ നമുക്ക് പെർമിഷൻ ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഓക്കെ, ഇനി നമ്മൾ സൂം ചെയ്ത് ഒന്നും കൂടെ സെറ്റാക്കി നോക്കുക. അപ്പോൾ ഇവിടുത്തെ നേരത്തെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ആ ഹെഡിൻ്റെ ആ ഭാഗം നമുക്ക് ഒരു പ്രശ്നമുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറിയിൽ നിന്ന് ആ പഴയ ഫസ്റ്റത്തെ ഫോട്ടോൻ്റെ ആ ഒരു ഹെഡിൻ്റെ മേലെ ആയിട്ട് വരുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ സ്റ്റേജിൻ്റെ, അപ്പോൾ അത് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ നമ്മൾ അതിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അതും ചിലപ്പോൾ എല്ലാ ഫോട്ടോസിനും നമുക്ക് ചെയ്യേണ്ടി വരില്ല. ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് നന്നായിട്ട് എടുത്ത് കാണുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യണത്. അപ്പോൾ ഒന്ന് ഡ്രാഗ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് അതുപോലെ തന്നെ വരുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ക്രോപ്പിൻ്റെ ഓപ്ഷനുകളുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ക്യാൻവയിൽ ചെയ്യുന്ന സെയിം നഡ്ജ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇങ്ങോട്ട് തെറ്റിക്കാനുള്ളൊരു സംഭവം. അപ്പോൾ ഇത് നമുക്ക് അവിടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ആ സെയിം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബാക്കിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ തന്നെ ഏറ്റവും താഴെ കണ്ടോ, ഇപ്പോൾ നമുക്ക് ഈ ലെയേഴ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് സംഭവം കാണാം. പിന്നെ ടു ബാക്ക് ടു ഫ്രണ്ട്, അതായത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഏത് ഫോട്ടോ ആണോ വരുത്തേണ്ടത് ബാക്കിലേക്ക് ഏത് ഫോട്ടോ ആണോ വരുത്തേണ്ടത് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ നമ്മൾ നഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതായത് ഈ സംഭവങ്ങൾ റൈറ്റിലേക്ക് നീക്കുക, താഴത്തേക്ക് നീക്കുക, ലെഫ്റ്റിൽ അപ്പ്, അങ്ങനെയുള്ള സംഭവം. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കുറേ നേരം ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടിയത്. അപ്പം ഒന്നും കൂടെ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അത് കറക്റ്റ് നമുക്കൊരു ഇത് കിട്ടാണ്ടായപ്പോൾ ഒന്നും കൂടെ ചെയ്ത് നോക്കിയാണ്. അങ്ങനെ ലാസ്റ്റ് കുറേ നേരം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കറക്റ്റ് പൊസിഷനിൽ നമുക്ക് കിട്ടിയത്. പിന്നെ ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ടിൽ വലിയൊരു റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ റൊട്ടേഷനൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ ഇതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് ഈ ഒരു കോഡ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും കോട്ട് എഴുതണമെങ്കിലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ആ ഒരു പ്ലസ് ഐക്കൺ എന്നുള്ള ഓപ്ഷനിൽ ന്യൂ ടെക്സ്റ്റ്, അവിടെ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇപ്പുറം തന്നെ എന്തെങ്കിലും കളർ ആഡ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും കളർ വേരിയേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേസ് നെക്കിലത്തെ കളർ ഉണ്ടല്ലോ, അവിടെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കളർ തന്നെ കറക്റ്റ് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ കഴുത്തിൽ ജസ്റ്റ് സിങ്ക് ആവാത്ത പോലെ തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് കളറ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. കറക്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടുമ്മൽ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കണതാണത്. കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ കറക്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മളിത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കളർ മാറ്റി കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളവിടെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അതാണ് റൗണ്ടിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ.
എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അതവിടെ കളറ് സെറ്റായി. ഇനി സൂം ഔട്ട് ചെയ്യുക. ഇനി അപ്പോൾ ഗ്രൂമിൻ്റെ എല്ലാം സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രൈഡിൻ്റെ ഫേസ്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത ഈ ഒരു സംഭവം തന്നെ നമ്മൾ അടുത്ത ലെയർ എടുക്കുക. ലെയർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണ്. ഏതൊക്കെ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ലെയറായിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഒന്ന് എന്താണ് ഡിസേബിൾ ചെയ്യണതും എനാബിൾ ചെയ്യണതൊക്കെ പറഞ്ഞില്ലേ, അത് നമുക്ക് പെട്ടെന്ന് വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതാണത്. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും എനാബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ലെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് നേരത്തെ ചെയ്ത ആ ഒരു സംഭവം പ്ലസ് ഐക്കൺ, ലെഫ്റ്റ് സൈഡിലെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറിയിൽ നിന്ന് നമുക്ക് അടുത്ത ആളുടെ ഫേസ്, ഇനി ബ്രൈഡിൻ്റെ ഫേസ് ഇതിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ആ ബ്രൈഡിൻ്റെ ഫേസ് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ 2 സ്ക്വയറിൽ ഏറ്റവും താഴെയുള്ളതിൽ 2 സ്ക്വയർ ബോക്സിൽ ഇറേസ് ഓപ്ഷൻ എടുക്കുക. ഇറേസിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് മാത്രം കട്ട് ഔട്ട് ചെയ്തില്ലേ നേരത്തെ, ആ ഒരു സംഭവം തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യുക, ഇനി കറക്റ്റ് വരുന്ന തരത്തിൽ എന്താക്കുക, ഒന്ന് ഇറേസ് മറ്റേ കട്ടിങ്ങിൻ്റെ ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ ഫേസിൽ വരുന്ന ഭാഗം മാത്രം, അതായത് ആ മഫ്ത സംഭവം ഒന്നും ഇല്ലാതെ കറക്റ്റായ ഒരു ഫേസ് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ലോവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഫുള്ള് ബാക്ക്ഗ്രൗണ്ടിലുള്ള ബാക്കി ഭാഗം കൂടെ എന്ത് ചെയ്യുക, ഇറേസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ സൂമിൽ തന്നെ ചെയ്ത് കൊടുക്കുക. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഇറേസ് ആയി പൊക്കോളും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫേസ് നമ്മൾ കറക്റ്റ് ഇതിലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്കത് ഫേസ് കറക്റ്റായ ഒരു പേജിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൊണ്ട് വെച്ചു കൊടുത്തിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ നെറ്റിച്ചുട്ടി മേലേക്ക് ആക്കണം. അപ്പം നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് വെച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കറക്റ്റ് ഭാഗത്ത് തന്നെ കൊണ്ട് ഫിക്സ് ചെയ്യുക കേട്ടോ. ആ വൈറ്റ് പോർഷനൊന്നും കാണാതെ നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേഷൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കുക. എന്നിട്ട് നമ്മൾ ആ മാസ്ക് എന്നുള്ള ടു ബാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ടു ഫ്രണ്ട് ടു ബാക്ക്. അപ്പോൾ നമ്മൾ ടു ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ ഫേസ്, നമ്മൾ ഫ്രണ്ടിലുള്ള ഫേസ് ബാക്കിലേക്ക് പോയിട്ട് അതിൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മേലെ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെയായിട്ട് നെറ്റിച്ചുട്ടി ഉണ്ടായിരുന്നത് നമുക്ക് ഫ്രണ്ടിലേക്കായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സംഭവവും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലെയർ ഓപ്ഷൻ എടുത്ത് നോക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതിൽ എന്താക്കുക, എനാബിൾ ചെയ്യലും ഡിസേബിൾ ചെയ്യലും അതൊക്കെ കുറേ പറഞ്ഞല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ, മേ ബി എന്തെങ്കിലും ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സാച്ചുറേഷനും ബ്രൈറ്റ്നസ്സും സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ മാക്സിമം ശ്രദ്ധിക്കുക, നിങ്ങൾ കപ്പിൾസിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഓർഡർ തന്നിട്ടുള്ള അവരുടെ ഫേസ് സൈഡിലേക്കാണോ ഫ്രണ്ടിലേക്കാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഗൂഗിളിൽ നിന്നുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിലെ ബ്രൈഡിൻ്റെ ചെറുതായിട്ടൊരു ചെരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ,
അപ്പോൾ കണ്ട നമ്മൾ ബ്രൈറ്റ്നസ് കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും ഉള്ള വേരിയേഷൻസ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ എന്താക്കുക, ഒന്ന് നമ്മളുടെ നോർമലി വരുന്ന എഡിറ്റിങ്ങുകൾ ചെയ്യുക. നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലസ് ഐക്കൺ ഡിപ്പറായിട്ട് സേവ് ആസ് പ്രൊജക്റ്റ് എന്നുള്ള ഒരു സംഭവമുണ്ട്. അതിൽ നമ്മൾ സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇമേജ് സേവ് ആയി കിട്ടും. നല്ല ക്ലിയറിൽ തന്നെ അത് നമുക്ക് സേവ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക്. അപ്പോൾ ഇത് കുറേ പേര് നമ്മളെ കമൻറ്റിലും കാര്യങ്ങളിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.